നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് പൈല് വെക്കുന്നില്ല, സോറി. ആരോ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും പൈല് വെച്ചാൽ മതി, അതുകൊണ്ട് ഇന്ന് വെക്കുന്നില്ല. ജസ്റ്റ് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് അറിയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് അറിയേണ്ടത്? ഓക്കെ, അത് നമ്മൾ യൂണിവേഴ്സ് എന്താ കാണിച്ചു തരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓക്കെ, ഈ റീഡിംഗ് നിങ്ങൾക്ക് മാച്ച് ആവോ എന്നറിയാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിന്ന് ഇതുകൂടി ഒന്ന് യൂസ് ചെയ്തേക്കാം. ഓക്കെ, ചാംസ് എടുക്കാമെന്ന്. ഓക്കെ, ആദ്യം അതായത് സോറി, സൗണ്ട് കൂടുതൽ വരും. ഓക്കെ, വേണമെങ്കിൽ മ്യൂട്ടാക്കിക്കോളൂ. കുറച്ച് ചാംസ് നോക്കാം നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ചില കണക്ഷൻസ് കിട്ടുമോ നമുക്ക് നോക്കാം. ആൻഡ് ലൈക്ക് കുറച്ച് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് കൂടി എടുക്കും ഞാൻ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സോ ആദ്യം കുറച്ച് ചാംസ് എടുത്തിട്ട് ഓക്കെ, ഇത് ഡ്രാഗൺ ഫ്ലൈ ആണ്. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈ പോലെയും ഉണ്ട് ആക്ച്വലി. ബട്ടർഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ ഒക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് നമുക്കൊരു തുമ്പിയല്ല, എന്താ പറയുക, തുമ്പി പോലെയാണിത് ആക്ച്വലി. യെസ്, ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ കണക്ഷനായിട്ട് ഉണ്ടാവും. ആക്ച്വലി ലക്കി ആണെന്ന് പറയും നമ്മൾ തുമ്പിയൊക്കെ. ഓക്കെ, സോ മേ ബി ഒരു ലക്കിൻ്റെ കാര്യമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഇത് ഈ കാര്യമായിട്ടുണ്ടോ എന്ന് ആലോചിച്ചോളൂ. ഓക്കെ, മേ ബി ചെറുപ്പം തൊട്ട് നിങ്ങൾ അറിയുന്ന കാര്യമായിരിക്കും. നമ്മൾ തുമ്പിയൊക്കെ ചെറുപ്പകാലത്തല്ലേ കൂടുതലും ഇതിൻ്റെയൊക്കെ പുറകെ പോകാം അല്ലേ. ഓക്കെ, സോ മേ ബി അതായിരിക്കാം, ചൈൽഡ്ഹുഡ് എന്ന രീതിക്ക് കാണിക്കുന്നതായിരിക്കാം. ഇത് നമ്മളുടെ പ്രൊട്ടക്ഷൻ സിമ്പിളാണിത്. എയർ വാട്ടർ എലമെൻറ്റിനെ, നമ്മുടെ എല്ലാ എലമെൻസും കൂടി ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ പ്രൊട്ടക്ഷൻ എലമെൻറ്റ് എന്ന് പറയും. ഓക്കെ, സോ യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന രീതിക്ക് പറയാം. ആൻഡ് ഇതൊരു മങ്കിയാണ്, കുരങ്ങനാണ്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും സൂവിൽ പോയി അല്ലെങ്കിൽ കാണാൻ പോയി, ഏതെങ്കിലും ഫോറസ്റ്റിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മങ്കി ഇതിനെ കണ്ടിട്ടുണ്ടാവാം, കുരങ്ങൻ കണ്ടിട്ടുണ്ടാവാം. സോ അങ്ങനത്തെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരല്പം എപ്പോഴും ഒരു കുറച്ചൊരു മങ്കി പോലെ ആണെന്ന് പറയില്ലേ, അങ്ങനത്തെ വല്ല സ്വഭാവം ക്യാരക്ടർ വല്ലതും ഉണ്ടാവാം. ഓക്കെ, ഏഞ്ചൽ വിങ്സ് പറയുമ്പോൾ യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏഞ്ചൽസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉണ്ട് ഏഞ്ചൽസ് എന്നാണ്. ആൻഡ് ഇത് നമ്മുടെ പല്ലിയാണ്. ഓക്കെ, പല്ലി ആക്ച്വലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, പല്ലി എന്ന് പറയുമ്പോൾ ഒന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ, ചുമരിൽ പല്ലി ഇരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ പതുങ്ങി ഇരിക്കുന്ന പോലെയല്ലേ. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു എനിമിയെ കാണിക്കുന്ന രീതിയിൽ. അതായത് നിങ്ങളറിയാതെ ആരോ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളവരെ വാച്ച് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പതുങ്ങിയിരുന്ന് ചിലപ്പോൾ വാച്ച് ചെയ്യുന്നു എന്ന തരത്തിലായിരിക്കാം. ഓക്കെ, സോ ബി കെയർഫുൾ. ഓക്കെ, ആൻഡ് ഗുഡ് ന്യൂസ് വരുന്നു എന്നും പറയുമല്ലേ പല്ലി ചലച്ചാൽ. ഓക്കെ, ചിലപ്പോൾ അതും ആവാം. ഓക്കെ, ഇവിടെ ആരോ ഉണ്ട്. ഓക്കെ, അമ്പ്, നമ്മുടെ സ്നേഹത്തിൻ്റെ ഹാർട്ട് അമ്പ് എന്ന രീതിയിലെടുക്കാം. ഓക്കെ, അഗെയിൻ 2 ഹാർട്ടുണ്ട് കമ്പൈൻ ചെയ്തിട്ട്. സോ യെസ്, ലവ് എന്ന സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക്. അഗെയിൻ ഇത് നമ്മുടെ ഷിപ്പിൻ്റെ വീലാണിത്. ഓക്കെ, ഷിപ്പിൻ്റെ വീൽ അല്ലെങ്കിൽ നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന രീതിക്ക് എടുക്കാം. സോ ലക്ക് നിങ്ങളുടെ ഭാഗത്താണ്, ഭാഗ്യം നിങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് എന്ന് മാത്രമല്ല, മേ ബി ഇത് കണക്ഷൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എപ്പോഴെങ്കിലും നിങ്ങൾ ഷിപ്പിൽ പോവുക അല്ലെങ്കിൽ ഷിപ്പിലോ ബോട്ടിലോ നിങ്ങൾ യാത്ര ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വീൽ എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, അതിൻ്റെ കൺട്രോൾ. ഓക്കെ, കീ ഉണ്ട് ഇവിടെ. ഓക്കെ, സോ താക്കോല്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ തമ്മിൽ ആക്ച്വലി ഇവിടെ നൈസ്. ഓക്കെ, രണ്ടും ഉണ്ട് ഇവിടെ. ഹാർട്ട് വിത്ത് കീ ഹോളും ഉണ്ട്, ഇവിടെ കീയും ഉണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ഒരാൾ പേഴ്സൻ്റെ ഹാർട്ടിൻ്റെ കീ നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ലോക്കറ്റോ അല്ലെങ്കിൽ അവരുടെ കയ്യിലോ ലോക്കറ്റോ നിങ്ങൾ ഒന്നിച്ച് വാങ്ങുകയോ ഷെയർ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം. അതിൻ്റെ അഗൈൻ ഇവിടെ ഒരു ഹാർട്ട് കൂടി ഉണ്ട്. ഓക്കെ, 2-3 ഹാർട്ട്സ് ഉണ്ട് നമുക്ക്. സോ യെസ്, ഇവിടെ തീർച്ചയായിട്ടും ആ ലവിൻ്റെ സിമ്പിളാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഒരു ഹാർട്ടുണ്ട്. ആൻഡ് യെസ്,
വീണ്ടും തുമ്പി തന്നെയാണ്. തുമ്പി ബട്ടർഫ്ലൈ വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇതെന്തോ നിങ്ങൾക്ക് എത്തിക്കും ഇവിടെ കുറച്ച് പേർക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡ്രാഗൺ ഫ്ലൈ ആക്ച്വലി ഒരു ലക്കിൻ്റെ സിമ്പിളാണ് പറയുക, ഒരു ചേഞ്ചിൻ്റെ സിമ്പിൾ പറയാറുണ്ട്. ഓക്കെ, ഒരു മാറ്റങ്ങൾ വരുന്നതിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. സോ യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുന്നു എന്നായിരിക്കും. സ്റ്റാർ ഫിഷ് ആണ്. ഓക്കെ, സോ ഇത് അഗൈൻ നിങ്ങൾ കടൽ, ബീച്ച് അതുമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ. എപ്പോഴെങ്കിലും നിങ്ങൾ ഒന്നിച്ച് പോയി അല്ലെങ്കിൽ പോകണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർ ഫിഷിൻ്റെ എന്തെങ്കിലും വീട്ടിൽ വളർത്തുന്നതോ അങ്ങനെയുണ്ടോ? ഓക്കെ, മേ ബി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. ആനയുണ്ട്. ആന മെമ്മറിയെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ലോങ് റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ലോങ് ആയിട്ടുള്ള കുറേ കാലമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. സ്ട്രോങ് കണക്ഷൻ ആണെന്ന് പറയാം. എന്ന് മാത്രമല്ല മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മകൾ വെക്കുന്നതാണ്. ആന എല്ലാം ഓർത്ത് വെക്കും എന്ന് പറയും അല്ലേ. സോ യെസ്, മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നു എന്ന രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ ഇത് എട്ടുകാലിയാണ്, സ്പൈഡറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പൈഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഡേഞ്ചർ എന്ന രീതിക്കാണ് എടുക്കുക. അഗൈൻ ചിലന്തി വല, നേരത്തെ പല്ലിടിയും പറഞ്ഞു ഞാൻ. സോ ഇത് രണ്ടും എനിക്ക് എന്തോ ഒരു കുറച്ച് നെഗറ്റീവ് എനർജി വരുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ടാവാം. ഓക്കെ, ഒന്ന് സൂക്ഷിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക. ചില കാര്യങ്ങൾ ഓക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ ആരെങ്കിലും ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അഗൈൻ സ്റ്റാർ ഉണ്ട് ഇവിടെ. സോ യെസ്, പ്രതീക്ഷകളെക്കുറിച്ചാണ്, വിഷിനെ കുറിച്ചാണ്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ സ്പെഷ്യൽ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റാർ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ. അഗൈൻ ഓക്കെ, 2 സ്റ്റാറാണ്. ഓക്കെ, ആൻഡ് ഓക്കെ, ഇതിൽ ജസ്റ്റ് ഫോർ യു എന്നുണ്ട്. ഓക്കെ, ഒരു നക്ഷത്രത്തിനെ നിങ്ങൾക്ക് പിടിച്ചു തരുന്ന പോലെയാണ്, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, മാത്രമല്ല ഐ തിങ്ക് നിങ്ങളെ വിഷ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റേഴ്സ് കുറച്ചെണ്ണം എടുക്കാം. കുറച്ചല്ല, കുറേ ഒന്നുമില്ല. ഓക്കെ, എ കാണുമോയെന്നറിയില്ല. ഓക്കെ, എൻ എക്സ്, ഞാൻ തന്നെ ഇടയിൽ ക്ലോസപ്പ് ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബി, ANXB, R, T, J, S, C, L, V, P and H. ഓക്കെ, ഒന്നുകൂടി പറയാം. H, P, L, V, B, J, A, C, T, S, N, X, R. ഓക്കെ, ഇതൊക്കെയാണ് ലെറ്റേഴ്സ്. നിങ്ങൾക്ക് നമ്പേഴ്സ് കൂടി എടുത്തേക്കാം. സോ അഗൈൻ ലെറ്റ്സ് സീ. ഒന്ന് ഓൾറെഡി ചാടി പോലെ തോന്നി, ഇല്ല അല്ലേ? ഓക്കെ, യെസ്. ഒരുപാട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, മതി. 8, 6, 4, 9, അഗൈൻ 4, 2 4 ഉണ്ട്. 2, 3, 2, ഓക്കെ, എല്ലാം റിപ്പീറ്റ് വന്നു. 3, 1, അല്ല സോറി 5, 1 കാണും ഇവിടെ. ഓക്കെ, 1, 7 ആൻഡ് 9. ഓക്കെ, സോ 1, 2, 2, 3, 3, 4, 4, 5, 6, 9, 8, 9. 2 9 ഉണ്ട്, 2 2 ഉണ്ട്, 2 4 ഉണ്ട്, കുറച്ചെണ്ണം റിപ്പീറ്റ് ഉണ്ട്, സാറില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് നോക്കാം, ലെറ്റേഴ്സ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് കുറച്ച് ഇത് ഞാൻ സൂം ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട്. ഈ നമ്പേഴ്സ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ പെടാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പേഴ്സ്, വീടിൻ്റെ എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ്സ്, കാര്യങ്ങൾ, ഓക്കെ, എല്ലാം മാച്ച് ആവാം. ഓക്കെ, ലെറ്റ്സ് സി. ഹോപ്പ് നിങ്ങൾക്കിത് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അതെടുത്തത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കും, ബട്ട് അതിൽ പിന്നെ ലോങ് റീഡിങ് ആയിപ്പോൾ ഓൾറെഡി 10 മിനിറ്റോളം ആയി ഇത് തന്നെ. ഓക്കെ, ഇനി കാർഡ്സ് വെച്ച് കൂടി നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾ അറിയാനുള്ളത് ഈ സിറ്റുവേഷനെ കുറിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അറിയാനുള്ളത് നമുക്ക് നോക്കാം. വട്ട് എവർ കംസ്.
Ace of Cups, Lovers, Moon card, Strength, and Ten of Pentacles, and Page of Swords. ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളൊരു ഫൈറ്റ് വന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, കോൺഫ്ലിക്റ്റ് വന്ന് കാണാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ചെറിയൊരു അകൽച്ചയോ സെപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവാം. സെപ്പറേഷൻ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സൈലൻ്റ് ആയിട്ട് പേഴ്സൺ ചിലപ്പോൾ കുറച്ച് ദേഷ്യം വഴക്കൊക്കെ ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ. ഇവിടെ എനിക്ക് കാണുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ മൂൺ കാർഡും ഉണ്ട്. മൂൺ കാർഡ് പറയുമ്പോഴും കുറച്ച് രാത്രി നേരത്തെ ഇരുട്ടിൽ എന്നൊക്കെ പറയില്ലേ. സോ നിങ്ങളെ ഓർക്കുന്നുണ്ട്, ഇമോഷൻസ് ഉണ്ട് അവർക്ക്. ആൻഡ് ഇവിടെ യെസ് നിങ്ങളെ വാച്ച് ചെയ്യുന്ന രീതിയിലും എനിക്ക് കാണാം. ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ള എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഓക്കെ അതിവിടെ ലൈക്ക് അത്രയും സ്ട്രോങ് ഫീലിങ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ സ്ട്രോങ് ഫീലിങ്സ്, ഇമോഷൻസ് എന്നാണ് എടുക്കുക. ഇവിടെ മൂൺ കാർഡ് കൂടെ വന്ന സ്ഥിതിക്ക് യെസ് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് അവർക്ക് നിങ്ങളോട്. ഇമോഷണലി അതായത് സ്നേഹം കൊണ്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് നിങ്ങളോട് വളരെയധികമാണ്. ലവേഴ്സ് എനർജിയാണ്. സോ യെസ് നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഓൾറെഡി ഏതോ ജന്മത്തിലോ ഒക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് ഇവിടെ സ്ട്രെങ്ത് അഗൈൻ ഇത് സോൾമേറ്റ് കണക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയാറ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പരസ്പരം നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? ഇപ്പോഴത്തെ ഫൈറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ബട്ട് എവിടെയോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ബോണ്ട് ഓക്കെ അതങ്ങനെ എത്ര പെട്ടെന്ന് വിട്ടുപോകുന്ന തരത്തിലൊന്നും അല്ല. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് തന്നെയാണ്. എത്ര അകന്നാലും ശരി, എത്ര എവിടെ പോയാലും ശരി എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ഇതാണ്. നിങ്ങൾ അവരെ ശരിക്കും ഒരു കൺട്രോൾ ചെയ്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് കീഴടക്കി എന്ന രീതിക്കൊക്കെ പറയാം. ഓക്കെ, നിങ്ങളുടെ ബന്ധം ഒരിക്കലും അവസാനിക്കാത്ത അത്രയും സ്ട്രോങ് ബോണ്ടാണ്. ഇവിടെ ഇൻഫിനിറ്റി സിമ്പിൾ ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്ട്രോങ് ബോണ്ടാണുള്ളത്. ഓക്കെ, ചില കാര്യങ്ങൾ യെസ് ക്ലിയർ അല്ല നിങ്ങൾക്ക്. അത് പേഴ്സൺ മേ ബി തുറന്ന് എക്സ്പ്രസ് ചെയ്യാതെ ആയിരിക്കാം, അവരുടെ ഫീലിങ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്യാതെയൊക്കെ ആയിരിക്കാം. മനസ്സിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തുറന്ന് പറയാതെ ആയിരിക്കാം. ആൻഡ് ഇവിടെ കുറച്ച് ജഗ്ലിംഗ് കാണുന്നുണ്ട്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. സോ സിറ്റുവേഷൻ ഒന്ന് അവർ അവരുടെ ലൈഫിൽ വേറെയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ടുള്ള ചില ജഗ്ലിംഗ് വരുന്നുണ്ട് ഇവിടെ, ശരിയാണ്. ഓക്കെ, ബട്ട് നിങ്ങളോടുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് കണക്ഷൻ തന്നെയാണ്. യെസ് ഇപ്പോൾ തൽക്കാലം ടെൻഷനോ നിങ്ങൾ തമ്മിലൊരു എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ബട്ട് അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണം. നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവർ ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. എവിടെയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. ഓക്കെ, Nine of Cups, 4 of Pentacles, and Page of Cups. Okay, see നിങ്ങളുടെ പേഴ്സൺ 10 of Pentacles, King of Cups. Wow, see 2 ഓഫ് കപ്സ് എനർജി ഉണ്ട്, കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. അവരുടെ ഫീലിങ്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. ഓക്കെ, യെസ് അവർക്ക് നിങ്ങളോടുള്ളത് ശരിക്കും ജെനുവിൻ ആയിട്ട് നമ്മളൊരു ഇഷ്ടം, സ്നേഹം, സോൾമേറ്റ് കണക്ഷൻ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിലൊന്നും ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, നിങ്ങളെ കാണുന്നത് ഒരു ഫാമിലി പോലെയാണ് കാണുന്നത് എന്നുമാണ്. ഓക്കെ, ബട്ട് യെസ് അവർ എന്താണെന്ന് വെച്ചാൽ തുറന്ന് അധികം അവരിപ്പോൾ ഇരിക്കുന്ന ഒരു മേ ബി ചില കാര്യങ്ങൾ ഓർത്തിട്ട് അവരൊരു വിഷമത്തിലിരിക്കുന്ന പോലെയുണ്ട്. ഒന്ന് നിങ്ങളെ മിസ്സിങ് ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ അതായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ മേ ബി ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിക്ക് ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നുന്ന രീതിയിലാണ്. ഓക്കെ, ബട്ട് യെസ് അവർക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്നാണ്. അവരുടെ ലൈഫിൽ വേറെ എന്തുണ്ടെങ്കിലും എവിടെയോ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അവർ നിങ്ങളിലാണ് എന്നും പറയാം. കാരണം ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളാണ് അവരുടെ. ഓക്കെ, അഗെയിൻ 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഹോൾഡിംഗ് ബാക്ക് കാണുന്നുണ്ട്. അഗെയിൻ 4 ഓഫ് കപ്സും 2 4 ആണ് കാണുന്നത്. സോ എവിടെയോ അവരൊരു മനസ്സിൽ ഒരു ലേശം ഡിസ്ട്രാക്റ്റഡ് ആണ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, എല്ലാം അടക്കി വെക്കുന്നുണ്ട്, ഒന്നും തുറന്നു പറയുന്നില്ല. അല്ലെങ്കിൽ അവർ പല ചിന്തകളിലും മുഴുകിയിരിക്കുന്ന പോലെയുണ്ട്. അവരുടെ ലൈഫിൽ എവിടെയോ ആകെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിൽ. ഓക്കെ, അങ്ങനെ ഒരു എനർജിയിലിരിക്കുകയാണ്. ഓക്കെ, ബട്ട് യെസ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അഗൈൻ അവർ എക്സ്പ്രസ് ചെയ്യാൻ വരും എന്നാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ പൊതുവേ ഇപ്പോഴുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. സോ ഇപ്പോഴത്തെ ഒരു എനർജി കൊണ്ടായിരിക്കാം എല്ലാം ഓവറോൾ ഒന്നിനും വലിയ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പല കാര്യങ്ങളും കാണുന്നുണ്ട്. മനസ്സിൽ ഒരുപാട് ചിന്തകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത ഒരു രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഇഷ്യൂ ആണ്. ബട്ട് ഓവറോൾ യെസ് നിങ്ങളോടുള്ള ഫീലിങ്സ് ജെനുവൻ ആയിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട്. സോ യെസ് നിങ്ങൾ ലൈഫിൽ അവർക്ക് വേണം എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങളെന്തെങ്കിലും ഓക്കെ ഇതിൽ നിന്ന് കൂടി എടുത്തേക്കാം. ആക്ച്വലി സ്പൈ വാച്ചിങ് ആയിരുന്നു അത്. ഞാൻ നേരത്തെ പറഞ്ഞ കാർഡാണ്. ലൈക്ക് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അത് ഇതിലും കണ്ടു. ഓക്കെ, സി ഏസ് ഓഫ് കപ്സ് അഗൈൻ. ഓ മൈ ഗോഡ്, ഇത് ഏസ് ഓഫ് കപ്സിൻ്റെ കാർഡാണ്. ഏസ് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, സോ സെയിം കാർഡ് നമുക്ക് റിപ്പീറ്റ് വന്നു ഫസ്റ്റ് തന്നെ. ഓക്കെ, നിങ്ങൾ വേറെന്താണ് ഇതിൽ അറിയാനുള്ളത്? ആക്ഷൻ, ബിഗിനിങ്സ്, comfort zone, south no, okay, that's fine. Okay, മനസ്സിലായി. clarity and stability, harmony. Oh my god.
സി നിങ്ങളുടെ പേഴ്സൺ അഗൈൻ ഇവിടെ സെയിം കാർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അഗൈൻ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അതിലൊരു മാറ്റമില്ല. ആൻഡ് അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട്, ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ കാണണം, സംസാരിക്കണം. ഓക്കെ, നിങ്ങളെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാം അവർക്കുണ്ട്. ആക്ഷൻ എടുക്കും എന്നുമാണ്. ബട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ അകൽച്ചയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർ ക്ലിങ്ങിങ് ടു ദ കംഫർട്ട് സോൺ എന്ന് പറയും. അതായത് നമ്മൾ പറയില്ലേ, ഞാൻ ഐ തിങ്ക് ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തു തോന്നുന്നു ഈ കാര്യം ജനറൽ റീഡിങ്ങിലോ മറ്റേ. നമുക്ക് ചിലത് മാറ്റണം എന്ന് നമുക്കറിയാം, ചിലത് നല്ലതല്ല, ചിലത് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഈവൻ നമ്മുടെ ചിന്തകളായാലും ശരി, ഓക്കെ, ചില സിറ്റുവേഷൻസ് ആയാലും ശരി, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെപ്പോഴും ആ ഒരേ കാര്യത്തിൽ നമ്മളിങ്ങനെ പെട്ട് നിന്നാലും ശരിക്കും അത് നമുക്ക് ശരിയല്ല അവിടെ എന്ന് നമുക്കറിയാം, നമ്മൾ മാറ്റണം എന്ന് നമുക്കറിയാം. എന്നാലും അത് ചെയ്യില്ല. ബിക്കോസ് അവിടെ ഓക്കെ അതെനിക്ക് ഒരു കംഫർട്ടായി അല്ലേ, നമ്മളത് ശീലമായി നമുക്ക്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില നമ്മുടെ സ്വഭാവങ്ങളായിരിക്കാം, ചില ശീലങ്ങളായിരിക്കാം, നമ്മുടെ ജോലി വിട്ടുമാറുന്ന തരത്തിൽ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു വീട് എന്ത് തന്നെയായാലും നമ്മുടെ ഒരു സിറ്റി മാറുക, ഒരു സ്ഥലം മാറുക, എല്ലാം നമ്മൾ ഓൾറെഡി എനിക്ക് ശീലമുള്ളത് ഇവിടെയാണ്, എനിക്ക് ഇന്ന കാര്യമാണ്, എനിക്ക് ആ ശീലമായിപ്പോയി. നല്ലതല്ലെങ്കിൽ പോലും ഞാൻ അവിടെ ഇരുന്നിരുന്ന് എനിക്ക് ശീലമായി എന്ന് പറയില്ലേ, ആ രീതിക്കുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരൊരു കംഫർട്ട് സോണിലാണ്. ഓക്കെ, അപ്പോൾ അവർ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്താനോ അവർ ശ്രമിക്കുന്നില്ല. ഓക്കെ, അവർക്ക് അറിയാം ചില കാര്യങ്ങൾ മാറ്റണം എന്ന് അവർക്കറിയാം. ബട്ട് ഇല്ല, ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഓക്കെ പൊക്കോട്ടെ എന്ന് പറയില്ലേ, ആ രീതിക്കാണ് അവരിയ്ക്കുന്നത്. അതാണ് മെയിൻ. പക്ഷെ അവർക്ക് യെസ് ക്ലാരിറ്റി കിട്ടും എന്ന രീതി കാണുന്നുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾ തമ്മിൽ എന്താണ് എന്നുള്ളത്. ആൻഡ് ഇവിടെ കരിയർ, കോൺട്രാക്ട്, കമ്മിറ്റ്മെൻറ്റ്, യെസ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇത് ശരിക്കും പാസ്റ്റ് ലൈഫ് തൊട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ശരിക്കും സോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ കരാർ എഴുതിയിട്ട് വരുന്നു പറയും, നമ്മൾ കോൺട്രാക്ട് എഴുതിയിട്ട് വന്ന പോലെയാണ്. ഓക്കെ, അത്രയും ആ സോൾ ബന്ധങ്ങളാണിത്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ശരിക്കും പൂർവ്വജന്മങ്ങളുടേന്ന് മാത്രമല്ല, ഇതിന് സോളിൻ്റെ കണക്ഷനാണ്. ഓക്കെ, അതൊക്കെ എന്താ പറയുക, പെട്ടെന്നൊന്നും ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ കോൺട്രാക്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ് സോൾ കണക്ഷൻസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ അറിയേണ്ടിയിരുന്നതെന്ന് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. മനസ്സിൽ ഡൗട്ട്സ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, സിറ്റുവേഷൻസ് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. യെസ് ശരിയാണ്. ഓക്കെ, ബട്ട് ഉള്ളിലുള്ള ഫീലിങ്സിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ യൂണിവേഴ്സ് തരുവാണ് ദാറ്റ് ഓക്കെ. ബാക്കി യെസ് പുറമേ നമ്മൾ കാണുന്നതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ ഉള്ളിലുള്ള സ്നേഹത്തിനെ നിങ്ങൾ കാണാൻ ശ്രമിക്കാം. ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സ്നേഹം. യെസ് സാഹചര്യങ്ങൾ പലതാണ്, നിങ്ങളും പലതരത്തിൽ റിയാക്ട് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങൾ, നിങ്ങൾ സ്ട്രെസ് കാര്യങ്ങൾ, അത് നിങ്ങളെയും ബാധിക്കും. അതേപോലെ തന്നെയാണ് അവർക്കും. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ കുറച്ചങ്ങോട്ട് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, കുറച്ചൊക്കെ ഇഗ്നോർ ചെയ്യാം. പേഴ്സണിന് യെസ് ഫീലിങ്സ് ഉണ്ട് ഉള്ളിൽ, അവർ കാണിക്കുന്ന രീതി അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റാതെ ആയിരിക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റുമോ എന്നൊന്ന് നോക്കൂ. ഓക്കെ, കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ചകളൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം മുന്നോട്ട്. അല്ല അവർ മാറുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ യെസ് പിന്നെ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. ഓക്കെ, അത് എന്നാലും അവസരം കൊടുത്തു നോക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നെന്ന്. നിങ്ങളുടെ ബന്ധങ്ങൾ മനസ്സുകൊണ്ടുള്ള ബന്ധങ്ങളാണ്, സോൾ ബന്ധങ്ങളാണ്. ഓക്കെ, സോ മനസ്സല്ല, സോൾ ആത്മബന്ധങ്ങളാണ്. ഓക്കെ, സോ യെസ് അത് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും അത് അവസാനിച്ച് പോവില്ല, എവിടെയും പോവില്ല. ഓക്കെ, കറങ്ങി തിരിഞ്ഞത് വീണ്ടും തിരിച്ചു വരുന്നു. ഇവിടെ കംപ്ലീഷൻ ഓഫ് സൈക്കിൾ ഉണ്ടായിരുന്നു. സ്റ്റെബിലിറ്റി വരും, ഹാർമണി വരും എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് സ്റ്റേബിളായിട്ട് നമ്മൾ പറയില്ല ഒരു സമാധാനപരമായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ബട്ട് സൈക്കിൾസ് കംപ്ലീഷൻ കാണുന്നുണ്ട്. ചില സൈക്കിൾസ് വീണ്ടും വരുന്നുണ്ടെങ്കിൽ അതെവിടെയോ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവരിൽ മാറ്റങ്ങൾ വരാൻ, നിങ്ങളിൽ മാറ്റങ്ങൾ വരാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ യെസ് ഇത് 4 അത് വിട്ടൊന്നും പോവില്ല. ഓക്കെ, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക്. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി കാണും. നന്ദി, നമസ്കാരം.